സച്ചിയുടെ വിഷമം കണ്ട് സങ്കടപ്പെട്ട് കരയുന്ന ലക്ഷ്മിയമ്മേനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. പിന്നീട് ചന്ദ്രമതിയും ശ്രുതിയും ദീപാവലി ആഘോഷിക്കുന്നത് ശ്രുതി ഫോണിൽ ഷൂട്ട് ചെയ്യുകയും നമുക്ക് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുക്കാമെന്നും പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ശ്രീകാന്തിന് ഇതെല്ലാം കണ്ട് വിഷമമാവുകയും പണ്ട് കുടുംബത്തോടൊപ്പം ദീപാവലി ആഘോഷിച്ചതോർത്ത് സങ്കടപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് തിരികെ വർഷയുടെ അടുത്തെത്തുന്ന ശ്രീകാന്ത് വീട്ടിൽ പോയതും അവിടെ ദീപാവലി ആഘോഷിക്കുന്നതുമെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ വർഷ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുന്നു. ശേഷം വർഷയുടെ നിർബന്ധം മൂലം ശ്രീകാന്തും വർഷയും വഴിയിൽ പടക്കവും കമ്പിത്തിരിയും ഒക്കെ കത്തിച്ച് ദീപാവലി ആഘോഷിക്കുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന റോഷിൻ ഇതെല്ലാം കാണുകയും നിന്നെ ഇവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. ശേഷം ശ്രീകാന്ത് വെള്ളമെടുക്കാനായി അകത്തേക്ക് പോകുമ്പോൾ റോഷിൻ വണ്ടിയുമായി വന്ന് വർഷേനെ തട്ടിയിടുന്നു. തുടർന്ന് അവിടെ എത്തുന്ന ശ്രീകാന്തിനോട് കാറ് തട്ടിയ കാര്യം വർഷ പറയുന്നു. ശേഷം ശ്രീകാന്ത് വർഷേനെ കൊണ്ട് അകത്തേക്ക് പോവുകയും കാലിൽ ബാമ്പ് ഉരുട്ടി കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ഇരുവരും പ്രണയ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു. പിന്നീട് ശരത്ത് പടക്കം പൊട്ടിക്കുന്നത് കേട്ട് സച്ചി ഞെട്ടി ഉണരുന്നു. ശേഷം ഇന്നലെ കുടിച്ച് ലക്കുകേട്ട് വന്നതിന് സച്ചി ലക്ഷ്മിയമ്മയോട് മാപ്പ് ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ കുടിക്കരുതെന്ന് പറഞ്ഞ് സച്ചിനെ ഉപദേശിക്കുന്നു. തുടർന്ന് ഭാര്യയുടെ സഹോദരൻ എണ്ണ തേച്ച് തരുന്നൊരു ചടങ്ങുണ്ടെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ തനിയെ തേച്ചോളാം എന്ന് പറഞ്ഞ് സച്ചി എണ്ണയ്ക്ക് പകരം ചായ എടുത്ത് തലയിലൊഴിക്കുന്നു. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.